ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് അരുൺ. ഞാൻ ഇവിടെ കൊല്ലം കരുനാഗപ്പള്ളിക്കാരനാണ്. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മുടെ സേവിങ്സ് അക്കൗണ്ടിൽ കിടക്കുന്ന പൈസയ്ക്ക് ഇരട്ടി പലിശ ലഭിക്കുന്ന ഒരു രീതിയെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. വീഡിയോ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ തന്നെ കാണാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ അവസാനം പറയുന്ന കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുകയുള്ളൂ. അപ്പൊ നമുക്ക് നേരെ ആ ഒരു വീഡിയോയിലേക്ക് പോവാം. പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലേക്കം കൂടി അമർത്തി വയ്ക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യാൻ പോകുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് അപ്പപ്പ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പൊ നമുക്ക് നേരെ ആ ഒരു വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ പൈസ എപ്പോഴും സേവിങ്സ് അക്കൗണ്ടിലായിരിക്കും ഇടാറുള്ളത്. കാരണം നമുക്ക് പെട്ടെന്ന് പൈസ എടുക്കേണ്ട ഒരു ആവശ്യം വരികയാണ് എങ്കിൽ നമ്മുടെ പൈസയെല്ലാം നമ്മൾ സേവിങ്സ് അക്കൗണ്ടിലായിരിക്കും ഇടാറുള്ളത്. പക്ഷേ ഇതിലൂടെ നമുക്ക് വർഷത്തിൽ 3% അല്ലെങ്കിൽ 3.5% മാത്രമേ പലിശ ലഭിക്കാറുള്ളൂ. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബൾക്കായിട്ടുള്ള എമൗണ്ട് എടുത്ത് FD ഇടുകയാണ് എങ്കിൽ നിങ്ങൾക്ക് വർഷത്തിൽ 7% അല്ലെങ്കിൽ 7.5-8%ലധികം നിങ്ങൾക്ക് പലിശ ലഭിക്കും. പക്ഷേ പലരും FD ഇടാത്തത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം കൊണ്ടാണ്. നമുക്ക് പെട്ടെന്ന് പൈസ എടുക്കേണ്ട ഒരു ആവശ്യം വരികയാണ് എങ്കിൽ അത്യാവശ്യത്തിന് പൈസ എടുക്കണം എന്നുള്ള പേടി കൊണ്ട് നമ്മൾ നമ്മുടെ കയ്യിരിക്കുന്ന പൈസയെല്ലാം സേവിങ്സ് അക്കൗണ്ടിലായിരിക്കും ഇടുന്നത്. FD ഇടുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റില്ല. കാരണം അതിന് അതിൻ്റെതായ സമയമുണ്ട്. അപ്പോൾ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുകയുള്ളൂ. അതിനു മുമ്പ് എടുക്കുകയാണെങ്കിൽ നമുക്ക് പെനാൽറ്റി കൊടുക്കേണ്ടി വരും. അങ്ങനെ എടുക്കുകയാണെങ്കിൽ പോലും നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു എമൗണ്ട് ലഭിക്കില്ല. ഇനി ഞാൻ പറയാൻ പോകുന്ന ഈ ഒരു ഫെസിലിറ്റി വഴി നിങ്ങൾക്ക് FD ഇടുമ്പോൾ കിട്ടുന്ന പലിശ സേവിങ്സ് അക്കൗണ്ടിലൂടെ ലഭിക്കും. കാരണം ഇതിൽ FDയുടെ ബെനിഫിറ്റ് ലഭിക്കും, അതുപോലെ തന്നെ സേവിങ്സ് അക്കൗണ്ടിലെ ബെനിഫിറ്റ് ലഭിക്കും. അതാണ് ഓട്ടോ സ്വീപ്പ് ഫെസിലിറ്റി. നിങ്ങളൊരു ബാങ്കിൽ അക്കൗണ്ട് എടുക്കാൻ ചെല്ലുമ്പോൾ അതിൽ ഓട്ടോ സ്വീപ്പ് ഫെസിലിറ്റി ഉണ്ടോ എന്ന് ചോദിക്കുക. ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള അക്കൗണ്ട് എടുക്കുക. ഇപ്പോൾ ഓൾറെഡി ബാങ്ക് അക്കൗണ്ട് ഉള്ളവർക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ ഓട്ടോ സ്വീപ്പ് ഫെസിലിറ്റി ഉണ്ടോ എന്ന് തിരക്കുക. ഉണ്ടെങ്കിൽ അത് എനേബിൾ ചെയ്യുക. ഇനി ഓട്ടോ സ്വീപ്പ് ഫെസിലിറ്റി എന്താണെന്ന് ഞാൻ വിശദമായി പറഞ്ഞു തരാം. ഈ ഒരു അക്കൗണ്ടിന് ഒരു ത്രഷോൾഡ് ലിമിറ്റ് കാണും. ഇപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിലെ ത്രഷോൾഡ് ലിമിറ്റ് 30,000 രൂപയാണ് എങ്കിൽ നിങ്ങളുടെ സേവിങ്സ് അക്കൗണ്ടിൽ 50,000 രൂപ ഉണ്ടെങ്കിൽ ഈ ത്രഷോൾഡ് ലിമിറ്റായിട്ടുള്ള 30,000 രൂപയ്ക്ക് നിങ്ങൾക്ക് FDയുടെ പലിശ ലഭിക്കും. പിന്നീട് ഈ പൈസ നിങ്ങൾ എപ്പോൾ എടുത്താലും അതിൻ്റെ ലിക്വിഡിറ്റിക്കൊന്നും സംഭവിക്കില്ല. കാരണം നിങ്ങൾ 30,000 രൂപ എടുക്കുകയാണ് എങ്കിൽ ബാക്കി വരുന്ന 20,000 രൂപ സേവിങ്സ് അക്കൗണ്ടിലേക്ക് വരും. ഇതിനെ സ്വീപ്പിൻ എന്ന് പറയും. പിന്നീട് നിങ്ങൾ ഒരു 20,000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ ഇടുകയാണ് എങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ ടോട്ടൽ 40,000 രൂപയുണ്ട്. നേരത്തെ 20,000 രൂപയും ഇപ്പോഴത്തെ 20,000 രൂപയും. അതിൽ ത്രഷോൾഡ് ലിമിറ്റായിട്ടുള്ള 30,000 രൂപ നേരെ FDയിലേക്ക് പോകുന്നു. പിന്നീട് അതിൻ്റെ FDയുടെ പലിശ നിങ്ങൾക്ക് ലഭിക്കും. സേവിങ്സ് അക്കൗണ്ടിലിട്ട പൈസ FDയിലേക്ക് പോയതിനെ റിവേഴ്സ് സ്ലീപ്പ് എന്ന് പറയും. ഇതാണ് ഓട്ടോ സ്വീപ്പ് ഫെസിലിറ്റി കൊണ്ടുള്ള ഗുണം. ഇതുപോലെ നമുക്ക് കിട്ടേണ്ട ബെനിഫിറ്റ് എന്തിനാണ് നമ്മൾ ഇല്ലാതാക്കുന്നത്? അത്തരത്തിലുള്ള ലാഭങ്ങൾ നമ്മൾ പ്രയോജനപ്പെടുത്തുക. നിങ്ങളൊരു ബാങ്കിൽ അക്കൗണ്ട് എടുക്കാൻ പോവുകയാണ് എങ്കിൽ അതിൽ ഓട്ടോ സ്വീപ്പ് ഫെസിലിറ്റി ഉണ്ടോ എന്ന് ചോദിക്കുക. ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള അക്കൗണ്ട് എടുക്കുക. ഇപ്പോൾ ഓൾറെഡി ബാങ്ക് അക്കൗണ്ട് ഉള്ളവർക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ ഓട്ടോ സ്വീപ്പ് ഫെസിലിറ്റി ഉണ്ടോ എന്ന് തിരക്കുക. ഉണ്ടെങ്കിൽ അത് എനേബിൾ ചെയ്യുക. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലേക്കം കൂടി അമർത്തുക. എന്നാൽ മാത്രമേ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യാൻ പോകുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് അപ്പപ്പ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ.